ഒരു ക്ഷേത്രത്തിൽ പോയി മനസ്സ് നിറഞ്ഞു മടങ്ങിയിട്ടുണ്ടോ? തിരക്കിനിടയിലും എല്ലാം അത്ഭുതകരമായി നടന്ന ഒരു അനുഭവം ലഭിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ ലഭിച്ച ഒരു അനുഗ്രഹ യാത്രയാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്ര ദർശനം. അവിടെ നടത്തിയ ഉണ്ണിയപ്പ നിവേദ്യം, ഭക്തർക്കിടയിൽ വിതരണം ചെയ്ത പ്രസാദം, ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞ ആ നിമിഷങ്ങൾ എല്ലാം ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ആ മനോഹരമായ അനുഭവമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ടിൻഡോക്കോസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാത്രമല്ല, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുണ്ട്. വിഘ്നങ്ങൾ നീക്കുന്ന വിനായക സ്വാമിയുടെ അനുഗ്രഹം തേടി അനേകം പേർ ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഇത്തവണ ഈ യാത്രയിൽ എൻ്റെ ഒപ്പം എൻ്റെ മകളും ഭർത്താവും കൊച്ചുമക്കളും ഉണ്ടായിരുന്നു. കുടുംബമായി ഭഗവാന്റെ സന്നിധിയിൽ എത്താൻ കഴിഞ്ഞതിൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കരുതുന്നുണ്ട് കേട്ടോ. ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച ആ നിമിഷം മുതൽ തന്നെ ഒരു പ്രത്യേക ആത്മീയ അനുഭവം മനസ്സിൽ നിറഞ്ഞിരുന്നു. മണിനാഥം, മന്ത്രോച്ചാരണം, ഭക്തരുടെ പ്രാർത്ഥനകള് നിറഞ്ഞു നിൽക്കുന്ന ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം എല്ലാം മനസ്സിനെ ഒന്ന് ശാന്താക്കി. ഞങ്ങളുടെ പ്രധാന വഴിപാട് ഉണ്ണിയപ്പ നിവേദ്യവും ഉരുളി നിവേദ്യവും ആയിരുന്നു. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയണം. ഈ യാത്രയ്ക്ക് മുൻപേ ക്ഷേത്രത്തിൽ മുൻപ് പരിചയപ്പെട്ടിരുന്ന ഒരു തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു തിരുമേനിയെ ബന്ധപ്പെട്ടു. തലേദിവസം തന്നെ വഴിപാടിന്റെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിരുന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു. ഇതിനു മുന്നേ ഞാൻ ഈ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. തിരക്കുണ്ടായിരുന്നെങ്കിലും എല്ലാ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉണ്ണിയപ്പ നിവേദ്യം സമർപ്പിച്ചപ്പോൾ മനസ്സ് നിറഞ്ഞു. നിവേദ്യം കഴിഞ്ഞ് ഒരുപാട് ഉണ്ണിയപ്പം പ്രസാദമായി ലഭിച്ചു. ആ പ്രസാദം വീട്ടിലേക്ക് കൊണ്ടുപോകാതെ ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്ന ഭക്തർക്കിടയിൽ വിതരണം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഓരോരുത്തരുടെയും കൈകളിലേക്ക് ആ പ്രസാദം നൽകുമ്പോൾ അവരുടെ മുഖത്ത് കണ്ട സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. മകളും കൊച്ചുമക്കളും മകനും ഹസ്ബൻഡും എല്ലാം ഇങ്ങനെ പ്രസാദം വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. ഒരുപാട് ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു. പ്രസാദം പങ്കുവയ്ക്കുന്നതിന്റെ സന്തോഷം വേറെയാണെന്ന് അന്നാണ് വീണ്ടും മനസ്സിലായത്. സ്വീകരിച്ച എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹം ആശംസിച്ചു. അത് ഞങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിൽ ഒന്നായി മാറി. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച് പറയാം. ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങൾ ഏറ്റവും പ്രശസ്തമായത് ഉണ്ണിയപ്പമാണ്. ഭക്തിയോടെയും വിശ്വാസത്തോടെയും സമർപ്പിക്കുന്ന ഉണ്ണിയപ്പ നിവേദ്യം വിഘ്നങ്ങൾ മാറാനും ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കാനും സഹായിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ദിവസേന ആയിരക്കണക്കിന് ഉണ്ണിയപ്പങ്ങൾ ഇവിടെ നിവേദ്യമായി സമർപ്പിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് വളരെ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട്. പ്രശസ്തമായ കൊട്ടാരക്കര രാജവംശവുമായി ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ഗണപതിയാണെങ്കിലും ഇവിടെ മഹാദേവനും ആരാധന ലഭിക്കുന്നു. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രം എന്ന പേരിൽ പ്രശസ്തമായത്. കേരളത്തിലെ ഗണപതി ആരാധനയുടെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിന് ചുറ്റും കുറച്ചു നേരം നടത്തുമ്പോൾ മനസ്സിന് ലഭിച്ച സമാധാനം വാക്കുകളിൽ പറയാൻ കഴിയില്ല കേട്ടോ. ജീവിതത്തിലെ തിരക്കുകളും സമ്മർദ്ദങ്ങളും മറന്ന് കുറച്ചു സമയം ഭഗവാന്റെ സന്നിധിയിൽ ചെലവഴിക്കുന്ന എത്ര വലിയ അനുഗ്രഹമാണെന്ന് വീണ്ടും മനസ്സിലായി. കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. കൊച്ചുമക്കളും ക്ഷേത്രാന്തരീക്ഷം വളരെ സന്തോഷത്തോടെ തന്നെ ആസ്വദിച്ചു. ഈ യാത്രയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു വലിയ പാഠം ഇതാണ്: ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഭഗവാനോട് എന്തെങ്കിലും ചോദിക്കാൻ മാത്രമല്ല, നന്ദി പറയാനും കൂടിയാവണം പോകുന്നത്. നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർക്കുകയും അതിനുള്ള കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന് ലഭ്യമാകുന്ന സന്തോഷം അത് അതുല്യമാണല്ലേ. നിങ്ങൾ ഒരിക്കലെങ്കിലും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമന്റിലൂടെ പങ്കുവയ്ക്കൂ. ഇനിയും ഈ ക്ഷേത്രത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഒരവസരം കിട്ടുമ്പോൾ തീർച്ചയായും സന്ദർശിക്കൂ. ഭക്തിയും സമാധാനവും അനുഗ്രഹവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ക്ഷേത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള ക്ഷേത്രാനുഭവങ്ങളും ആത്മീയ യാത്രകളും കാണാൻ ഞങ്ങളുടെ ടിൻഡോക്കോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും കൊട്ടാരക്കര മഹാഗണപതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. ഓം ഗംഗ് ഗണപതിയേ നമഃ. നന്ദി, നമസ്കാരം.